ഹായ് കൂട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് നല്ല പനിയും കഫക്കെട്ടും ചുമയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പിന്നത്തെ വീഡിയോ ആയിട്ട് വരാൻ കുറച്ച് വൈകിയത്. അപ്പോൾ ഇന്ന് നമ്മളുടെ RCMൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകളായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്തൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ പനി കഫക്കെട്ടൊക്കെ നന്നായിട്ട് മാറ്റി തന്ന ഒരു ഡോക്ടറാണ് ഈ ഇരിക്കുന്നത്, പഞ്ചതുളസി ഡ്രോപ്സ്. ഇതുമൂലമാണ് എൻ്റെ എല്ലാ പനിയും കഫക്കെട്ടും ചുമയും ഒക്കെ എനിക്ക് ആശ്വാസമായി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത് പരിചയപ്പെടുത്തി തരാം. മെയിനായിട്ട് നമ്മളുടെ ഹെൽത്ത് കാർഡ് ഓയിൽ തന്നെയാണ് തവിടെണ്ണ. അപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാർക്ക് തവിടെണ്ണ ഉപയോഗിക്കാത്തവരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് തവിടെണ്ണനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് സ്മെല്ലുണ്ടാവും, പിന്നെ ഒരു കറുത്ത കളറാണ്. ഞാൻ പറഞ്ഞു ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുമെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അവർ തവിടെണ്ണ വാങ്ങിച്ചത് കേട്ടോ. പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞ് വന്നിട്ട് എന്നോട് ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞു. ഇതിന് നല്ല സ്വർണത്തിൻ്റെ കളറാണ്, പിന്നെ നല്ല ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ എന്ത് പാചകം ചെയ്തോ ആ ഐറ്റത്തിൻ്റെ മണം രുചി മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഞാനും വെറും വെയിറ്റിൽ ഓരോ സ്പൂണ് കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്കും അതിൻ്റേതായ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി, വെയിറ്റിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. പിന്നെ ഉദർസഫ നമ്മളുടെ വയറിലുള്ള പ്രശ്നങ്ങളും സംബന്ധമായിട്ടുള്ളത്, പിന്നെ നമ്മൾക്ക് ശോധന കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിനും നല്ല റിസൾട്ടാണ് കിട്ടിയത്. വയറൊക്കെ നല്ല ക്ലീൻ ആക്കുന്നൊരു സംഭവമാണ്. പിന്നെ നമ്മളുടെ കുറുക്കുമീൻ നഷ്ടപ്പെടാത്ത മഞ്ഞൾപ്പൊടി, അതും നമ്മളുടെ വെറും വയറ്റിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു നുള്ള് വെറുതെ കഴിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ പല്ലുവേദന, മോണവീക്കം, പിന്നെ വായുനാറ്റം, അതിനൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് നമ്മളുടെ കാവിഗോ പേസ്റ്റ്. പിന്നെ ഞാനിപ്പോൾ സ്ഥിരം ഉപയോഗിക്കാനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നമ്മളുടെ ഷിനോളിൻ്റെ ഹെർബൽ ഓയിൽ. അപ്പോൾ അത് നെല്ലിക്കും ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ കഫക്കെട്ടായപ്പോൾ ഞാൻ 2 പ്രാവശ്യം തേച്ചിട്ട് നിർത്തി. പിന്നെ ഞാൻ വീണ്ടും ഇപ്പോൾ എനിക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ മാറിയിട്ട് ഞാൻ വീണ്ടും തയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നല്ല സുഖമാണ്, തലയ്ക്കൊക്കെ നല്ല തണവാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന് ഞാൻ ഷാമ്പു ആയിട്ട് ഉപയോഗിക്കുന്നത് മുരിങ്ങയുടെ ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ട്, ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടില്ല, മറന്നുപോയി. പിന്നെ ഞാൻ മേടിച്ചത് നമ്മളുടെ നൈസയുടെ സൺസ്ക്രീനാണ്. നൈസയുടെ തന്നെ ഫേസ് വാഷ് ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ നൈസയുടെ തന്നെ ഒരു പൗഡർ കൂടെ മേടിച്ചു. അപ്പോൾ ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാം ഞാൻ ഉപയോഗിച്ച് നോക്കി. പിന്നെ അമ്മയ്ക്ക് പുറം വേദനയൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെയിൻകോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും 1-2 വട്ടമൊക്കെ ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. ചുരുക്കം പറഞ്ഞാൽ RCMൻ്റെ ഓരോ ഐറ്റം പോലും നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാനില്ല, അതാണ് സത്യം. പിന്നെ മേടിച്ചത് തേനാണ്, അതും ഗംഭീരം തന്നെയാണ്. അപ്പോൾ എല്ലാവരും RCM